friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മുടെ എയർ ഫ്രയറിലാണ്. ഞാൻ എയർ ഫ്രയറിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക. അപ്പോൾ ഈ എയർ ഫ്രയറിൽ ചിക്കൻ ഹരിയാലി ടിക്ക നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മളെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹരിയാലി ടിക്കക്കുള്ള ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 1 kg ബ്രസ്റ്റ് പീസാണ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെ ബാക്കി ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി വേണം, പച്ചമുളക്, മല്ലിയില, പുതിനയില, തൈര്, കുരുമുളക് പൊടി, ഉപ്പും, പിന്നെ കുറച്ച് ഗ്രീൻ കളറും. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് നമ്മുടെ മസാല ആദ്യം റെഡിയാക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കൂടെ കൂടിയിട്ട് ഒരു മിക്സിയിലേക്കിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മളിത് ചിക്കനിലേക്ക് ആഡ് ചെയ്യണം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. തൈര്, കുരുമുളക് പൊടി, ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ഹരിയാലി ടിക്ക എന്ന് പറയുമ്പോൾ അതൊരു ഗ്രീനിഷ് കളറിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തത്. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ വിട്ടുപോയതാണ്, വലിയ ജീരകത്തിൻ്റെ പൊടിയാണിത്. ഇതും കൂടെ ആഡ് ചെയ്യണം. എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് പുറത്തെടുത്ത് നമ്മളിനി ബാർബിക്യൂ സ്റ്റിക്കിൽ നമ്മുടെ ചിക്കനും പിന്നെ ക്യാപ്സിക്കവും വലിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫുൾ ചിക്കനും നമ്മൾ ബാർബിക്യൂ സ്റ്റിക്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ എയർ ഫ്രയറിൽ ഇതിനെ ഫ്രൈ ചെയ്യാൻ ഇടുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിൽ വയ്ക്കുമ്പോൾ എയർ തട്ടുന്ന രൂപത്തിൽ നമ്മുടെ സ്റ്റിക്കുകൾ അറേഞ്ച് ചെയ്യുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ അറേഞ്ച് ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എയർ ഫ്രയറിൻ്റെ ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യാണ്. ഞാനൊരു 20 മിനിറ്റിൽ 200 സെൽഷ്യസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 20 മിനിറ്റ്സ് തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒലീവ് ഓയിൽ കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ യമ്മി ചിക്കൻ ഹരിയാലി ടിക്ക റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് കുബൂസും ഹമ്മൂസും ഒക്കെ വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവരും നമ്മളുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇത് എയർ ഫ്രയർ ഇല്ലാത്ത ആൾക്കാർക്കും സാധാ പാനിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.